ഡയോഡ് വാട്ട് ഈസ് ഡയോഡ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാനുള്ള ഡയഗ്രം ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഒരു ഡയോഡിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ എക്സ്പെരിമെൻ്റായിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊരു ഡിവൈസിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രോസ് നോർമലി ഉള്ള ബേസിക് ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെയൊക്കെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും, അപ്പോൾ അതിനെ ക്രോസുള്ള വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്നിത്യാദി കാര്യങ്ങളാണ് വോൾട്ടേജ് വേഴ്സസ് കറണ്ട്. ഇത് ഈ ക്യാരക്ടറാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിയറട്ടിക്കലി പഠിച്ചിട്ടുണ്ട് സിലിക്കോൺ ഡയോഡ് ഫോർവേഡ് ബയാസിൽ 0.5 to 0.7 വോൾട്ടിൽ കണ്ടക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അത് പിന്നെ PIV റിവേഴ്സിൽ ബ്രേക്ക് ഡൗൺ ആകുന്ന ഡാമേജ് ആകുന്ന എന്നിത്യ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം സെറ്റപ്പാണ് ഇവിടെ ഞാൻ ഈ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ. അപ്പോൾ റെഗുലേറ്റഡ് വേരിയബിൾ പവർ സപ്ലൈ ആണ് RPS. ഇത് മിനിമം 0 to 10 വോൾട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ 0 to 10 വോൾട്ട് പവർ സപ്ലൈ നമ്മൾ സെലക്ട് ചെയ്തു. ഇതിൽ എന്നിട്ട് ഈ ഡയഗ്രാം പ്രകാരം നമ്മൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയോഡിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ ഡയോഡിന് അക്രോസ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിലാണ് എന്തുള്ളത്, കറണ്ട് ഫ്ലോ ഉള്ളത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇതായിരിക്കണം വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച്. ഓക്കെ, വോൾട്ട് മീറ്റർ നമുക്കറിയാം ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് 0.5 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ വോൾട്ടേജ് റേഞ്ച് ഉള്ള മീറ്ററിൻ്റെ DC വോൾട്ട് മീറ്റർ 0 to 2 വോൾട്ടിൻ്റെ ഒരു DC വോൾട്ട് മീറ്റർ എടുത്താൽ മതി. DC വോൾട്ട് മീറ്ററിൻ്റെ സിമ്പിളാണ് ഞാൻ ഈ വരച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഡയോഡ് എന്ന് പറഞ്ഞ ഒരു സ്വിച്ചായിട്ട് അസൈൻ ചെയ്യണം. അപ്പോൾ സ്വിച്ചിന് സീരീസ് ആയിട്ട് എപ്പോഴും എന്തുണ്ടാവും, ഒരു ലോഡ് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. ഒരു സ്വിച്ച് ഡയറക്റ്റ്ലി ആരും ഒരു സോഴ്സിലേക്ക്, അത് ഞാൻ വേറൊരു മൊഡ്യൂളിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ഈ രീതിയിൽ സ്വിച്ചിന് സീരീസ് ആയിട്ട് എപ്പോഴും ഒരു ലോഡ് റെസിസ്റ്റർ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് വേണം. അപ്പോൾ ആ കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആയിട്ടാണ് ഇവിടെ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഡയോഡിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ഫ്ലോ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്ത് വേണം, ഇതിലൂടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡയോഡിലൂടെ ഈ റെസിസ്റ്ററിലൂടെ തിരിച്ച് റിട്ടേൺ പവർ സപ്ലൈയിൽ എത്തുന്ന ഈ കറണ്ടിൻ്റെ പാത്തിൽ സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത് ഏത് ഡിവൈസിന് അക്രോസ് ആണോ വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത് അതിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്യും, വോൾട്ട് മീറ്ററും കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ലാബിൽ നിന്ന് കിട്ടിയത് 0 to 10 മില്ലി ആംപിയറിൻ്റെ ഒരു മീറ്ററാണ് എന്ന് അസ്യൂം ചെയ്ത് നമ്മൾ അതിൻ്റെ റേഞ്ച് ഇവിടെ എഴുതി വെച്ചു. ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റർ, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞോളൂ, അങ്ങനെ ഒരു റെസിസ്റ്ററും വരച്ചു വെച്ചു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 1 കിലോ ഓം എന്ന റെസിസ്റ്റൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് 1 കിലോ ഓം റെസിസ്റ്റർ ആയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് 0 to 10 മില്ലി ആംപിയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മാക്സിമം റെഗുലേറ്റഡ് പവർ സപ്ലൈ അപ്ലൈ ആവുന്ന വോൾട്ടേജ് 10 വോൾട്ടാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 വോൾട്ടിലും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, 15 വോൾട്ടിലും ചെയ്യാം, 20 വോൾട്ടിലും ചെയ്യാം. അപ്പോൾ നമുക്ക് സേഫായിട്ട് നോർമലി ഒരു ലാബിൽ കിട്ടുന്ന ഒരു പവർ സപ്ലൈ ആണ് 0 to 10 വോൾട്ട്. ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, 10 വോൾട്ട് മാക്സിമം അപ്ലൈ ആവുന്ന വോൾട്ടേജ്. അപ്പോൾ 10 വോൾട്ടിൽ നമ്മൾ നിർത്തിക്കോളാം, എക്സ്പെരിമെൻറ്റ് 10 വോൾട്ടിൽ നിർത്തണം. അപ്പോൾ 10 വോൾട്ട് ഡിവൈഡഡ് ബൈ
ഇതിലൂടെ പോകാവുന്ന മാക്സിമം കറണ്ട് എത്രയായിരിക്കും, അലോ ചെയ്യാവുന്ന, നമുക്ക് അതിലൂടെ എത്രയും കറണ്ട് നമുക്ക് കാൽക്കുലേഷനൊക്കെ അനുസരിച്ച് കടത്തിവിടാം. പക്ഷേ ഇവിടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മീറ്റർ 10 മില്ലി ആംപിയർ ആണെങ്കിൽ 10 മില്ലി ആംപിയർ റേഞ്ചുള്ള ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മാക്സിമം നമുക്ക് കടത്തിവിടാവുന്ന എത്ര കറണ്ടാ, 10 മില്ലി ആംപിയർ ആണ്. സോ ഈ സർക്യൂട്ടിലൂടെ 10 വോൾട്ടാണ് മാക്സിമം അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ആ 10 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 10 മില്ലി ആംപിയർ എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 10 മില്ലി ആംപിയർ എന്ന് അസ്യൂം ചെയ്യുമ്പോൾ 10 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 റൈസ് ടു -3 എന്ന് വരും. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10 റൈസ് ടു 3 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. 10ഉം 10ഉം വെട്ടിപ്പോയി 10 റൈസ് ടു 3 ദാറ്റ് ഈസ് 1. 10ഉം 10ഉം 1 ഇൻറ്റു 10 റൈസ് ടു 3 വിച്ച് ഈസ് ഈക്വൽ ടു 1 കിലോ ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. അപ്പോൾ 1 കിലോ ഓം എന്ന് K സ്റ്റാൻഡ്സ് ഫോർ 10 റൈസ് ടു 3. സോ 1 കിലോ ഓം എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ 1 കിലോ ഓം എന്ന് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 5 വോൾട്ടിൽ ഡിസൈൻ ചെയ്യാം. 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 mA എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കിലോ ഓം എന്ന് കിട്ടും. ഇനി 20 വോൾട്ട് എന്നെടുത്ത് 10 mA എന്ന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 500 ഓംസ് എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് ഇടാം. അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടലി ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടി സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടുള്ളൂ, സ്വിച്ച്, ബൾബ്. ഇവിടെ സ്വിച്ചിൻ്റെ സ്ഥാനത്ത് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ഡയോഡാണ്. ബൾബിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുന്നത്, റെസിസ്റ്ററാണ്. അപ്പോൾ ഈ രണ്ട് സാധനം വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ മൈനസും കൊടുക്കുന്നു. ഇനി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് സീരീസ് ആയിട്ട് അമ്മീറ്റർ കണക്ട് ചെയ്തു. ഡയോഡിനെ ക്രോസുള്ള വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ എക്സ്പെരിമെൻ്റ് സാധാരണ ചെയ്യുമ്പോൾ ഇത്രയും അപ്പാരച്ചസ് വെച്ചിട്ടാണ് ചെയ്യാറ്. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മളിപ്പോൾ ഇത്രയും ഈ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിസ്റ്ററിന് അക്രോസ് ഒരു 0 to 10 വോൾട്ട് മീറ്ററും കൂടി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇങ്ങനെ ഈ സർക്യൂട്ട് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. സർക്യൂട്ടിലെ അപ്പാരച്ചസിൻ്റെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സർക്യൂട്ട് അസംബിൾ ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ ഒരു സർക്യൂട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞ് ഓണാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലൈഡ് വോൾട്ടേജ്, പവർ സപ്ലൈ വോൾട്ടേജ് എപ്പോഴും 0 വോൾട്ടായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഓണാക്കുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം, നമ്മൾ കൊടുത്ത കണക്ഷൻസ് ഒരു 2 തവണയെങ്കിലും റിവൈസ് ചെയ്ത് നോക്കണം. ഈ സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണക്ടിവിറ്റി കറക്റ്റ് ആണോ എന്ന് 2 തവണ നോക്കിയിട്ട് വേണം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പവർ സപ്ലൈ പവറൊക്കെ ഓൺ ചെയ്യാൻ തുടങ്ങാൻ. അതൊരു സേഫ്റ്റി പ്രീക്കോഷനാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ. അതേമാതിരി വോൾട്ട് മീറ്റർ, അമ്മീറ്ററിൻ്റെയൊക്കെ ടെർമിനൽസ് പോസിറ്റീവ്, നെഗറ്റീവ് ഇതൊന്നും മാറാൻ പാടില്ല. ഈ പറഞ്ഞ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ മീറ്റർ കത്തിപ്പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ അഡീഷണൽ പറഞ്ഞൊരു കാര്യമാണ് ലോഡ് റെസിസ്റ്ററിനെ അക്രോസ് ഒരു വോൾട്ട്. ഇതെന്തിനാണ് ഈ വോൾട്ട് മീറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയോഡ് എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്ലൈഡ് വോൾട്ടേജ് എന്തായിരിക്കും, ലോഡ് റെസിസ്റ്ററിനെ അക്രോസ് ആണ് എന്ന് നമ്മൾ നേരത്തെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ, അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ 0 to 10 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തത്. എന്തുകൊണ്ട് 0 to 10 സെലക്ട് ചെയ്തു? 0 to 10 സെലക്ട് ചെയ്യാൻ കാരണം നമ്മളിവിടെ 0 to 10 വോൾട്ടാണ് മാക്സിമം ഈ സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന വോൾട്ടേജ്. അതുകൊണ്ടാണ് അവിടെ മിനിമം 0 to 10 വോൾട്ടിൻ്റെ മീറ്റർ വേണം. ഓക്കെ, ഇനി നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബുലർ കോളം, സാധാരണ ഒരു ടാബുലർ കോളം വരയ്ക്കും.
അപ്പോൾ എന്താണ് ഈ ടാബുലർ കോളം വരക്കേണ്ടത് എന്നാണ് ഈ ഞാനിതിൽ വരച്ചു തരുന്നത്. സീരിയൽ നമ്പർ, വോൾട്ടേജ് അക്രോസ് വി എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അപ്ലൈഡ് വോൾട്ടേജ് വി, പിന്നെ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ഡി ഇതാണ് വി ഡി എന്ന് പറയുന്നത്. പിന്നെ വി ആർ എൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് ഐ ഡി, അതാണ് അമ്മീറ്ററിലെ കറണ്ട്. ഇതാണ് ഐ ഡി എന്ന് പറയുന്നത് ഈ അമ്മീറ്ററിലൂടെ അല്ലെങ്കിൽ സർക്യൂട്ട് കറണ്ടാണ് ഐ ഡി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരക്കാൻ ഉള്ള റീഡിങ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് പവർ സപ്ലൈ ഓണാക്കി കഴിഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് 0 ആയിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർ എല്ലിന് അക്രോസ് ഉള്ള വോൾട്ടേജും 0, കറണ്ടും 0 ആയിരിക്കും. ഇനി നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ഒരല്പം കൂട്ടുക, അല്പം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0.1 എത്തുന്ന ഒരു റീഡിങ്ങിലേക്ക് അപ്ലൈഡ് വോൾട്ടേജ്, റെഗുലേറ്റഡ് പവർ സപ്ലൈൻ്റെ വോൾട്ടേജ് വാരി ചെയ്യിക്കുന്ന നോബ് തിരിച്ചിട്ട് 0.1 ആക്കുക. അപ്പോൾ നമുക്ക് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. വീണ്ടും നമ്മൾ കൂട്ടുക, കറണ്ട് എന്താണോ ഇവിടെ റീഡ് ചെയ്തത് അവിടെ നോക്കുക. അവിടെ കറണ്ട് ഒന്നും കാണില്ല. നോർമലി തിയറട്ടിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രകാരം നല്ല ഡയോഡാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഡയോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് ഓൺ ആയിരിക്കില്ല അപ് ടു 0.5 വോൾട്ട് വരെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇവിടെ കറണ്ടൊന്നും സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ 0.2, പിന്നെ ഇൻക്രീസ് ചെയ്യുക 0.3 ആക്കുക, പിന്നെ ഇൻക്രീസ് ചെയ്യുക 0.4 ആക്കുക, ഇനി ഇൻക്രീസ് ചെയ്യുമ്പോൾ 0.5 ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെ 0.4നും 0.5നും ഇടയിലായിട്ട് മോസ്റ്റ് ഓഫ് ദ സിലിക്കോൺ ഡയോഡ്സും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ 0 വോൾട്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇവിടെ ചെറിയൊരു വോൾട്ടേജ് ആർ എല്ലിന് അക്രോസും അതേപോലെ ദർ വിൽ ബി അൻ ഐ ഡി. ഓക്കെ, ഇവിടെ ഒരു കറണ്ട് റീഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ ഐ ഡി എന്ന് പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലൂടെ ഡയോഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് റീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈഡ് വോൾട്ടേജ് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ റീഡിങ് ഒരു 1 മില്ലി ആംപിയറിൽ അമ്മീറ്ററിൻ്റെ റീഡിങ് പ്രകാരം, ഇതാണ് അമ്മീറ്ററിൻ്റെ റീഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മില്ലി ആംപിയറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. 1 മില്ലി ആംപിയറിൽ നമ്മൾ അമ്മീറ്ററിൻ്റെ റീഡിങ് സെറ്റ് ചെയ്യുക. ഈ അപ്ലൈഡ് വോൾട്ടേജ് വി എ ഇൻക്രീസ് ചെയ്തിട്ട് അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 മില്ലി ആംപിയർ കറണ്ട് അമ്മീറ്ററിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 മില്ലി ആംപിയർ. ആ സമയത്ത് വി ഡി എന്താണ്, ആ വോൾട്ടേജ് ഇവിടെ എഴുതി വെക്കുക, ഇവിടുത്തെ വി ആർ എൽ എഴുതി വെക്കുക. ഇങ്ങനെ ഇത് 2 മില്ലി ആംപിയർ ആക്കുക. അടുത്ത സ്റ്റെപ്പ് ഇതെങ്ങനെ 2 മില്ലി ആംപിയർ ആക്കേണ്ടത്, അപ്ലൈഡ് വോൾട്ടേജ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജും നമ്മൾ നോട്ട് ചെയ്യുക. ഇങ്ങനെ ഇത് 3 മില്ലി ആംപിയർ, 4 മില്ലി ആംപിയർ, പിന്നെ ഐ ഡി 5 മില്ലി ആംപിയർ, 6 മില്ലി ആംപിയർ, 7, 8, 9, 10 മില്ലി ആംപിയർ വരെ നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തിന് അമ്മീറ്ററിൻ്റെ സൂചി എൻഡിലെത്തിയിട്ടുണ്ടാവും. അമ്മീറ്ററിൻ്റെ സൂചി 0 to 10 മില്ലി ആംപിയർ ആയിരിക്കും അമ്മീറ്ററിൻ്റെ നീഡിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് നിർത്താം. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമ്മീറ്ററിൽ റീഡിങ് കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും നമ്മൾ റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീഡ് ചെയ്തിട്ട് റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഡയോഡാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ കറണ്ട് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പിന്നെ അധികം ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവില്ല. ഇറ്റ് വിൽ ബി നിയർ ബൈ 0.5 to 0.7 അല്ലെങ്കിൽ 0.72 ഈ ഒരു റേഞ്ചിലായിരിക്കും. നല്ല മീറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ, അമ്മീറ്ററും വോൾട്ട് മീറ്ററും നല്ല മീറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും 0.5 വോൾട്ട് ടു 0.72 ഈ റേഞ്ചിൽ ഈ വി ഡി കിട്ടും. നിങ്ങൾ എത്ര കറണ്ട് ഇൻക്രീസ് ചെയ്താലും ഈ വി ഡി എന്ന് പറയുന്നത്
ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 0.5 വോൾട്ട് ടു 0.72. അതേ അവസരത്തിൽ VRL ലോഡിൻ്റെ വോൾട്ടേജ് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജിൽ നിന്ന് 10 മൈനസ് ഈ VD ആയിരിക്കും എപ്പോഴും VRL എന്ന് പറയുന്നത്. അത് കിർച്ചോഫ് വോൾട്ടേജ് ലോ പ്രകാരം അതാണ് ലോഡിന് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഡയോഡ് ഓൺ ആവും. ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്ലൈഡ് വോൾട്ടേജ് എവിടെ ആയിരിക്കും? ഈ റെഗുലേറ്റഡ് പവർ സപ്ലൈൻ്റെ അപ്ലൈഡ് വോൾട്ടേജ് എന്താണോ അത് ലോഡിന് അക്രോസ് ആയിരിക്കും എന്നാണ് ഈ VRL എന്നുള്ള റീഡിങ് നമുക്ക് മനസ്സിലാക്കി തരും.